شهر رمضان الذي أنزل فيه القرآن. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 30 ദിനരാത്രങ്ങൾ പരിശുദ്ധ റമളാനിൻ്റെ വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയായിരുന്നു. ഓരോ നിമിഷവും പരമാവധി ഉപയോഗപ്പെടുത്തി ഓരോ മണിക്കൂറുകളും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ച് വിശുദ്ധിയുടെ ഒരു നിറവിൽ അതിൻ്റെ ഒരു സുഖം അനുഭവിച്ച് ആരാധനകളുടെ അനുഭൂതികൾ അനുഭവിച്ച് കടന്നു വരികയാണ് നാം ഓരോരുത്തരും. അക്കൂട്ടത്തിൽ കഴിഞ്ഞ 30 ദിവസവും എൻ്റെ കൂടെ സഞ്ചരിച്ച ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ മനസ്സിലാക്കാനും അവയിലെ ആശയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് ഓർമ്മിച്ചെടുക്കാനുമാണ് ഈ പംക്തി ശ്രമിച്ചത്. ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു വന്ന് നാം ഒരു പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധിയുടെ നിറവിൽ ആചരിക്കുന്ന വിശുദ്ധിയുടെ ആഘോഷമായ ഈദ് എന്ന പെരുന്നാൾ നാം ഏറ്റവും സന്തോഷത്തോടുകൂടി ആത്മീയ നിർവൃതിയോടുകൂടി ആരാധനകൾ നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി നിർവഹിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ആരാധനകളുടെ ഒരു നിറവോടുകൂടി നാം കടന്നു ചെല്ലുന്നത് കൊണ്ടാണ് പെരുന്നാളിന് സന്തോഷത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നോമ്പുകാരന് 2 സന്തോഷങ്ങളാണുള്ളത്. ഒന്ന് ഇൻദ ഫിത്രിഹി, അവൻ ആ നോമ്പ് നിർവഹിച്ച് അവസാനിപ്പിക്കുമ്പോൾ, അത് ഓരോ ദിവസത്തെയും നോമ്പ് അവസാനിപ്പിക്കുമ്പോഴും ഒരു മാസക്കാലത്തെ നോമ്പ് അവസാനിപ്പിച്ച് ഫിത്തുർ പെരുന്നാളിലേക്ക്, ഈദുൽ ഫിത്തുർ എന്നാണ് നമ്മൾ പറയുന്നത്, ആ ഫിത്തുർ പെരുന്നാളിലേക്ക് കടക്കുമ്പോഴും ഒരു മാസക്കാലത്തെ ആരാധനകളാകുന്ന നോമ്പാവട്ടെ, നമസ്കാരമാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, സ്വതക്കകളാവട്ടെ, സക്കാത്താവട്ടെ, മറ്റുള്ളവരോടുള്ള നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു സാകല്യത്തിൽ, അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന സന്ദർഭം കൂടിയാണ് പെരുന്നാൾ. അപ്പോൾ ആ സന്തോഷം അങ്ങേയറ്റം നമുക്ക് ആഹ്ലാദത്തിൻ്റെ ഒരു തിര തല്ലുന്ന സാഹചര്യമായി ഈ പെരുന്നാൾ നമുക്ക് ഓരോരുത്തർക്കും മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലക്ക് ഏറ്റവും സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളായി പെരുന്നാളിനെ നാം കാണുകയും ഉൾക്കൊള്ളുകയും വേണം. ആ സന്തോഷമാകട്ടെ എല്ലാവരോടും ചേർന്ന് നാം ആഘോഷിക്കേണ്ട സന്ദർഭമാണ്. അതിനാണ് ഈദ് മുസ്വല്ല എന്ന് പറയുന്നത്. എല്ലാവരും കടന്നു വന്ന്, ആണും പെണ്ണും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും, സമൂഹത്തിലെല്ലാവരും കടന്നു വന്ന് ഈദ് മുസല്ലയിൽ ഇരുന്ന് ആഘോഷം നിർവഹിക്കുകയും ആരാധന നിർവഹിക്കുകയും സന്തോഷം പങ്കെടുക്കുകയും ചെയ്ത് അവർ അവിടെ നിന്ന് കുടുംബങ്ങളിലേക്കാണ് പിരിഞ്ഞു പോകുന്നത്, നാടുകളിലേക്കാണ്, കുടുംബങ്ങളിലേക്കാണ്. ആ കുടുംബ ബന്ധങ്ങൾ പുലർത്താനും മാറി നിൽക്കുന്ന കുടുംബങ്ങളോട് സ്നേഹോഷ്മളമായ പെരുമാറ്റങ്ങളിലൂടെ അവരുടെ ബന്ധങ്ങൾ പുതുക്കാനും ഉള്ള സന്ദർഭമായി പെരുന്നാളിനെ നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. പെരുന്നാളിന് നമ്മളിടുന്ന പുതുവസ്ത്രങ്ങൾ പുതിയ ഒരു ജീവിതത്തിൻ്റെ ഒരു ആദ്യത്തെ സിമ്പലായി, അടയാളമായി മാറാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ വസ്ത്രം പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള തുടക്കമായി മാറേണ്ടതുണ്ട്. കഴിഞ്ഞൊരു മാസക്കാലം നാം നിർവഹിച്ച ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ത്യാഗത്തിൻ്റെയും തുടർച്ച ജീവിതത്തിൻ്റെ തിരക്കുകളിലും ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിലും നിലനിർത്താൻ സാധിക്കുന്ന സാഹചര്യം കൂടി പെരുന്നാൾ നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. എല്ലാ മനുഷ്യരോടും സ്നേഹം പങ്കുവെക്കാനായിരിക്കണം പെരുന്നാൾ. ഇന്നത്തെ കാലത്ത് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും അപരമത വിദ്വേഷത്തിൻ്റെയും ഒക്കെ കാലത്ത് എല്ലാവരോടും ഉള്ളു തുറന്ന് ചിരിക്കാനും ഉള്ളു തുറന്ന് സ്നേഹിക്കാനും എല്ലാവരും സഹോദരീ സഹോദരന്മാരാണെന്ന് തിരിച്ചറിയാനും അവരെയൊക്കെ അത് ബോധ്യപ്പെടുത്താനും സാധിക്കുന്ന സന്ദർഭമായി പെരുന്നാളുകൾ നമുക്ക് മാറേണ്ടതുണ്ട്. അതിനുള്ള മധുരം നാം പെരുന്നാളുകളിൽ വിതരണം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നല്ല വാക്കുകൾ നാം പെരുന്നാളുകളിൽ മറ്റുള്ളവർക്ക് ആശംസകളായി കൈമാറേണ്ടതുണ്ട്. പരസ്പരം സഹകരണത്തിൻ്റെ പുതിയ പുത്തൻ മാതൃകകൾ പെരുന്നാളിനോടനുബന്ധിച്ച് നാം തീർക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആരാധനകളുടെ നിറവിൻ്റെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്
എന്ന ആത്മവിശ്വാസത്തിൻ്റെയും സന്തോഷ ആധിക്യം പകരുന്ന ഒരു പെരുന്നാളായി ഈ പെരുന്നാൾ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മനസ്സു നിറഞ്ഞ ഒരു പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.